ആരോ ഒരാൾ ഭാഗം 17. സെക്യൂരിറ്റി ചേട്ടൻ യാതൊരു ഭയവുമില്ലാതെ ആ വെള്ളത്തുണി മാറ്റി. ആ തകർന്ന ശരീരത്തിലേക്ക് നോക്കാൻ പോലും മെർലിന് ഭയം തോന്നി. അവളുടെ ശരീരം ഞടുങ്ങി വിറച്ചു. അവൾ ആ ഉദ്യോഗസ്ഥന്റെ കൈകളിൽ മുറുകെ പിടിച്ച് അദ്ദേഹത്തിന്റെ പുറകിലായി മറഞ്ഞു നിന്നു. മുന്നിലേക്ക് മാറി നിന്ന് ആ രൂപത്തെ ഒന്ന് നോക്കാനുള്ള ശേഷി അവൾക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ, പ്ലീസ്, ഉദ്യോഗസ്ഥൻ ശാന്തമായി അഭ്യർത്ഥിച്ചു. മെർലിൻ 1-2 തവണ ദീർഘമായി ശ്വാസം വലിച്ചുവിട്ടു. ടെൻഷൻ കുറയ്ക്കാൻ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണത്. തെല്ലൊരു ആശ്വാസമായതുപോലെ തോന്നിയപ്പോൾ അവൾ പതുക്കെ ആ രൂപത്തിനടുത്തേക്ക് നടന്നു. തലച്ചോറ് പിളർന്നു മാറിയിരിക്കുന്ന ആ മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായി പോയിരുന്നു. മുഖമെന്നു പറയാനാകില്ല, എന്തൊക്കെയോ ചേർത്ത് തുന്നിക്കെട്ടിയ ഒരു രൂപം. ഈ രൂപത്തിനെ ആർക്കും തിരിച്ചറിയാനാകില്ല. രൂപമില്ലാത്ത വെറുമൊരു മനുഷ്യൻ. മെർലിൻ ഭയത്തോടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈകളിലെ പിടുത്തം കൂടുതൽ മുറുക്കി. മുഖം തിരിച്ചറിയാനാകില്ല. ശരീരത്തിലെ ആഭരണങ്ങൾ ഏതെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കാമോ ഡോക്ടർ? ഉദ്യോഗസ്ഥൻ അനുകമ്പയോടെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ രൂപത്തിന്റെ ഷർട്ടിൽ പതിഞ്ഞു. ഷർട്ട് മുഴുവനും രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിറം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പതുക്കെ പതുക്കെ അവളുടെ കണ്ണുകൾ ആ വിരലുകളിലേക്ക് നീണ്ടു. ആ വിരലിൽ ഒരു സ്വർണ്ണ മോതിരമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു പുതിയ മോതിരമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാനായി. മോതിരത്തിലെ പേരിലേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം തോന്നിയില്ല. ആ മോതിരം ഒഴിവാക്കിക്കൊണ്ട് അവൾ പതുക്കെ താഴ്ഭാഗത്തേക്ക് നോക്കി. കാലുകൾ പിളർന്ന് എല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. കേവലം മാംസപിണ്ഡം മാത്രം. ഒരേയൊരു മാർഗം ആ മോതിരത്തിലെ പേര് നോക്കുക എന്നത് മാത്രമാണ്. പക്ഷെ എങ്ങനെ? മെർലിൻ സ്വയം ചോദിച്ചു. അപ്പോഴേക്കും ഭയം അവളുടെ ധൈര്യത്തെ വല്ലാതെ കവർന്നെടുത്തിരുന്നു. നിങ്ങൾ കേവലം മനുഷ്യർ മാത്രമല്ല മക്കളെ. കർത്തവ്യങ്ങളും കടമകളും ഒരുപാടുള്ള ഡോക്ടേഴ്സാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ കൂടി രക്തബന്ധങ്ങളും നമുക്കൊത്തിരി പ്രിയപ്പെട്ടവരുടെ മരണങ്ങളും കടന്നു പോകും. പക്ഷെ അവിടെയൊന്നും തകർന്നു പോകരുത്. ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം ഒരിക്കലും മറക്കുകയും അരുത്. പെട്ടെന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ശബ്ദം മെർലിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ശരിയാണ്, ഞാൻ വെറും ഒരു മനുഷ്യ സ്ത്രീയല്ല, ഉത്തരവാദിത്വമുള്ള ഒരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താൻ തളരാൻ പാടില്ല. പെട്ടെന്ന് ആ കൈവിരലുകൾ തിരിച്ച് അവൾ ആ മോതിരത്തിലേക്ക് നോക്കി. ആരുടെ പേരാണോ അവിടെ ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചത് ആ പേര് തന്നെ. വല്ലാത്ത ഞെട്ടലോടെ അവളത് തിരിച്ചറിഞ്ഞു. ജാസ്മിൻ. ഈശോയെ, അപ്പോൾ ഇതെൻ്റെ സച്ചുവേട്ടനാണോ? ഹേയ്, ആവില്ല. ജാസ്മിൻ എന്ന് ഭാര്യമാർക്ക് പേരുള്ള എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ടാകും. ഈ ഒരു മോതിരം വെച്ച് തനിക്കൊന്നും ഉറപ്പിക്കാനാകില്ല. സച്ചുവേട്ടൻ്റെ കഴുത്തിൽ എപ്പോഴും ചേർന്ന് കിടക്കുന്ന ആ കുരിശുമാല, അത് താൻ കണ്ടില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ സച്ചുവേട്ടനല്ല. അവൾ വേവലാതിയോടെ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് ചെന്ന് രക്തം കലർന്ന ആ ഷർട്ടിൻ്റെ കോളർ അല്പം ഒന്ന് മാറ്റി. അതിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് വന്ന കുരിശുമാല തന്നെ നോക്കി പല്ലിളിക്കുന്നത് പോലെ മെർലിന് തോന്നി. ആ തെളിവിനെയും വിശ്വസിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. താൻ ഒരിക്കൽ സ്നേഹത്തോടെ ചാർത്തിക്കൊടുത്ത വാച്ച് സച്ചുവേട്ടൻ ഒരിക്കലും ഊരി വെക്കാറില്ല. അവൾ പ്രതീക്ഷയുടെ അവസാന തുരുമ്പിൽ പിടിച്ച് അവൻ്റെ കൈത്തണ്ടയിലേക്ക് നോക്കി. അപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ വാച്ച്. അത് അവളുടെ ജീവിതം പോലെ പൊട്ടിത്തകർന്നിരിക്കുന്നു. എൻ്റെ ഈശോയെ, നീ ചതിച്ചല്ലോ. ഇതെൻ്റെ സച്ചുവേട്ടനാ. സച്ചുവേട്ട, എഴുന്നേൽക്ക്. എന്തൊരു ഉറക്കമായത്. ജാസ്മിൻ എത്ര നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതും പോട്ടെ, സച്ചുവേട്ടൻ്റെ ഉത്തരവാദിത്വമല്ലേ ആ പേഷ്യൻ്റ്. ആ രോഗി സച്ചുവേട്ടനെ മാത്രം നോക്കിയിരിക്കുകയല്ലേ. വന്ന് ആ സർജറി ചെയ്യാൻ നോക്ക്. നമ്മൾ കടമകൾ മറക്കാൻ പാടില്ല. സച്ചുവേട്ട, പ്ലീസ്. പുലമ്പിക്കൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് അവൾ പുറകിലേക്ക് മറിഞ്ഞു. ഡോ, താൻ പെട്ടെന്ന് ഒരു വീൽ ചെയർ അറേഞ്ച് ചെയ്യ്. ഇവരെ എമർജൻസിയിൽ എത്തിക്കണം. ഇവർക്ക് ബോധം വന്നിട്ട് വേണം ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാൻ.
അതിനു മുൻപ് മാളിയേക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ MD ആരാണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി കണ്ടുപിടിക്കുക. ഈ കുട്ടി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ കിടക്കുന്ന പയ്യൻ. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. പ്രിയപ്പെട്ടവരെ യാതൊരു മനസാക്ഷിയുമില്ലാതെ എടുത്തുയർത്തിക്കൊണ്ട് അവനൊരു പോക്കങ്ങ് പോകും. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെ ആരാണ് ഒന്ന് ആശ്വസിപ്പിക്കുക? അതേസമയം മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവരും സച്ചുവിൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. ജാസ്മിൻ്റെ കണ്ണുകൾ വാതിൽക്കൽ തന്നെ തങ്ങി നിൽക്കുന്നത് സൂസൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ നിസ്സഹായത സൂസന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. പാവം കുട്ടി. ആദ്യ ദിവസം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഉടുത്തിരുന്ന സാരി പോലും അത് മാറ്റിയിട്ടില്ല. അവൾ സച്ചുവിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സർജറിക്ക് പോയിരിക്കുന്നതാണ്. എത്ര നേരം എടുക്കുമെന്ന് യാതൊരു ഐഡിയയുമില്ല. ഈ കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് സൂസൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മോളെ, അവൻ വരാൻ വൈകുമെന്ന് തോന്നുന്നു. മോള് വന്ന് സാരിയൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോ. അമ്മ മുറി കാണിച്ചു തരാം. സൂസൻ വാത്സല്യത്തോടെ ജാസ്മിൻ്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു. ജാസ്മിന് അത് വല്ലാത്തൊരാശ്വാസമായിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് സൂസനോടൊപ്പം മുറിയിലേക്ക് നടന്നു. ആ വലിയ വീടിൻ്റെ 2ാമത്തെ നിലയിലായിരുന്നു അവരുടെ മുറി. നടക്കും വഴി ആ വീടിൻ്റെ വിശാലത ജാസ്മിൻ നോക്കിക്കാണുകയായിരുന്നു. ആ വീടിൻ്റെ വലിപ്പം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒപ്പം താൻ ഇത്രയും വലിയൊരു ലോകത്തിൻ്റെ ഭാഗമായല്ലോ എന്ന സന്തോഷവും. മോളെ, ആ കബോർഡിൽ മോക്ക് വേണ്ട വസ്ത്രങ്ങളെല്ലാം ഉണ്ട്. മോള് ഫ്രഷായി റെസ്റ്റ് എടുത്തു. സച്ചുവിൻ്റെ റൂമിലെത്തി അവൾക്ക് അപരിചിതമായ ചിലതൊക്കെ കാട്ടിക്കൊടുത്തുകൊണ്ട് സൂസൻ പറഞ്ഞു. മോളെ, എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഫോണിൽ വിളിച്ചാൽ മതി. അത് പറഞ്ഞുകൊണ്ട് സൂസൻ പുറത്തേക്ക് നടക്കാനായി തുടങ്ങി. മമ്മി, ഈ ആഭരണങ്ങളെല്ലാം ഞാൻ ഇടണോ? എന്തൊക്കെയാ ഇടേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബാക്കി മമ്മിയുടെ കയ്യിൽ തന്നെ വെച്ചേരെ. എനിക്ക് ഈ വീടിൻ്റെ രീതികളൊന്നും അറിയില്ല. ജാസ്മിൻ നിഷ്കളങ്കമായി വിനയത്തോടെ ചോദിച്ചു. മോളെ, ഏതൊക്കെ ആഭരണങ്ങൾ ഇടണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നുമൊക്കെ മോൾക്ക് തീരുമാനിക്കാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റൂളുകളൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ആഭരണങ്ങൾ അത് മോള് തന്നെ സൂക്ഷിച്ചാൽ മതി. അതെല്ലാം നിൻ്റെ അല്ലേ. ആ കബോർഡിനുള്ളിൽ ലോക്കറുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി ഇത് മോളുടെ വീടാണ്. എല്ലാത്തിനുമൊന്നും ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മോൾക്ക് ഞാൻ സ്വന്തം അമ്മ തന്നെയാണ്. അങ്ങനെയേ കരുതാവൂ. ജാസ്മിൻ്റെ അരികിലേക്ക് വന്ന് സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂസൻ പറഞ്ഞു. ആ വാത്സല്യം ജാസ്മിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ശരി മമ്മി, ഞാൻ റെഡിയായി പെട്ടെന്ന് വരാം. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആ അമ്മ കാണാതിരിക്കാൻ എന്നതുപോലെ അവൾ പെട്ടെന്ന് കബോർഡിന് നേരെ തിരിഞ്ഞു. അവർ പോയെന്നുറപ്പായപ്പോൾ അവൾ വാതിലിന് കുറ്റിയിട്ട് ചുറ്റും നോക്കി. ആ വിശാലമായ റൂം ഒരു കൊട്ടാരം പോലെ അവൾക്ക് തോന്നി. ഒരു രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢി ഉയർത്തി കാണിക്കുന്ന മുറി. അതിൽ തന്നെ താൻ ഇന്നുവരെ കാണാത്ത വിലയേറിയ പലതരത്തിലുള്ള ഫർണിച്ചറുകളും. എല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കി. സാരി മാറുന്നതിന് മുൻപായി ഓരോരോ ആഭരണങ്ങൾ അവൾ അഴിക്കാൻ തുടങ്ങി. വളകളെല്ലാം ഊരി. കഴുത്തിലെ മാലകൾ ശ്രദ്ധയോടെ ഊരുമ്പോഴാണ് പെട്ടെന്ന് മാലകൾക്കൊപ്പം സച്ചിൻ കെട്ടിയ താലി കൂടി അടർന്നു താഴേക്ക് വീണത്. വല്ലാത്തൊരു ഞെട്ടലോടെ അവൾ ആ മാല കൈകളിലേക്ക് എടുത്തു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ കൊളുത്ത് വിട്ടുപോകുന്നതാണെന്ന് മനസ്സിലായി. എങ്കിലും വല്ലാത്തൊരു ഭയം തന്നെ പിടികൂടുന്നത് പോലെ ജാസ്മിന് തോന്നി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ഭയത്തോടെ ആ മാല കഴുത്തിലേക്ക് അണിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു വലിയ ദുരന്തം തന്നെ തേടിയെത്താനിരിക്കുന്നു. ലക്ഷ്യം കാണാതെ തോറ്റു മടങ്ങേണ്ടി വരുന്ന ഒരു പോരാളിയായി മാറുമോ താനെന്ന് അവൾ സംശയിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. വേവലാതിയോടെ അവൾ എന്തൊക്കെയോ പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ആ നമ്പർ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവൾ കബോർഡ് തുറന്നു നോക്കി. ഒരുപാട് വസ്ത്രങ്ങൾ തനിക്കായി വാങ്ങിവെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അതിൽ നിന്നും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്ത്രം എടുത്തുകൊണ്ട് അവൾ കുളിമുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്ത് അവൾ ആ മുറിയിലെ വലിയ സോഫയിലേക്ക് ഇരുന്നു. വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് നടന്നു. മോളെ,
ഇത്ര പെട്ടെന്ന് കുളിച്ചു വന്നോ? മോൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടാകും അല്ലേ? മെർലിനെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മോൾക്കൊരു ആശ്വാസമായേനെ. ഇതിപ്പോൾ മമ്മിക്ക് എന്താ പറയേണ്ടത് എന്നറിയില്ല. സൂസൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത നിസ്സംഗതയുണ്ടായിരുന്നു. എടോ, താൻ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത്? ഈ കുട്ടി പുറത്തെ ആളൊന്നുമല്ലല്ലോ. ഇനി മുതൽ ഈ വീടും പരിസരവുമൊക്കെ ഇവളുടേതല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നത് വരെ അവൾക്ക് സമയം കൊടുക്ക്. പിന്നെ മോളെ, ഇതൊക്കെയാണ് ഡോക്ടേഴ്സിൻ്റെ ജീവിതം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഞാൻ മോൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? വർഗീസ് രണ്ടുപേരോടുമായി അല്പം സ്വരം കടുപ്പിച്ചു തന്നെ പറഞ്ഞു. നിങ്ങളൊന്ന് സച്ചുവിനെ വിളിച്ചു നോക്കിക്കേ. അവൻ വരാറായോ എന്നറിയാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അവൻ സർജറി ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചാൽ മതി. അവൻ ഇറങ്ങിയോ എന്നറിയാമല്ലോ. സൂസൻ അത് പറഞ്ഞപ്പോൾ വർഗീസ് പെട്ടെന്ന് മൊബൈൽ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. വർഗീസിൻ്റെ മുഖത്ത് ആദ്യം ഒരു സാധാരണ ഭാവമായിരുന്നു. വാട്ട്? നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് അവിടെ നിന്നാണല്ലോ കോൾ വന്നത്. പിന്നെ? എൻ്റെ ഈശോയെ, അത് പറഞ്ഞുകൊണ്ട് വർഗീസ് നെഞ്ചിൽ കൈവച്ച് തിരുമ്മിക്കൊണ്ട് സോഫയിലേക്കിരുന്നു. ആ വലിയ വീട്ടിൽ ഒരു തണുത്ത നിശബ്ദത പടർന്നു. എന്താടോ, എന്താ പറ്റിയത്? മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഫെർണാണ്ടസ് ഒരു ഞെട്ടലോടെ ചോദിച്ചു. വർഗീസിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. ഫെർണാണ്ടോ, എവിടെയോ എന്തോ ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്. ഞാൻ സച്ചുവിനെ അന്വേഷിക്കാനാണ് ഹോസ്പിറ്റലിൽ വിളിച്ചത്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ അതുപോലെ ഒരു സർജറി കേസൊന്നും വന്നിട്ടില്ല. സച്ചിൻ അവിടേക്ക് ചെല്ലേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആരായിരിക്കും എന്നെ വിളിച്ചത്? എൻ്റെ ഈശോയെ, എൻ്റെ മോൻ, അവനെ കാത്തോളണേ. കൈകൂപ്പി മുകളിലേക്ക് നോക്കി ഹൃദയം തകർന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ വർഗീസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വല്ലാത്ത ഹൃദയഭാരത്തോടെ അദ്ദേഹം തലകുനിച്ചിരുന്നു. ഫെർണാണ്ടസ് വെപ്രാളത്തോടെ ഫോൺ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വർഗീസിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചത്. ഫോൺ എടുക്കാൻ ശക്തിയില്ലാതെ വർഗീസ് ഫെർണാണ്ടസിനെ നിസ്സംഗതയോടെ നോക്കി. ഫെർണാണ്ടസ് വെപ്രാളത്തോടെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. മറുതലയ്ക്കിൽ നിന്നും കേട്ട ആ വാർത്ത മാളേക്കൽ തറവാടിനെ വേരടക്കം പിടിച്ചു കുലുക്കുന്നതായിരുന്നു. ഫെർണാണ്ടസിൻ്റെ മുഖം വിളറി വെളുത്തു. നോ, ഇറ്റ്സ് നോട്ട് ട്രൂ. ഫെർണാണ്ടസിൻ്റെ വായിൽ നിന്നും വലിയൊരു അലർച്ച വെളിയിലേക്ക് വന്നു. അത് കേട്ടുകൊണ്ട് സൂസനും ജാസ്മിനും ഓടി അവർക്കരികിലേക്ക് വന്നു. സൂസൻ്റെ മുഖം ഭയം കൊണ്ട് വികൃതമായിരുന്നു. എന്താ എന്താ ഉണ്ടായത്? ആരെങ്കിലും ഒന്ന് പറ, സൂസൻ വർഗീസിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. മകൻ എന്തോ സംഭവിച്ചു എന്നൊരു തിരിച്ചറിവ് ആ അമ്മയുടെ ഉള്ളിൽ തീവ്രമായ വേദനയായി കത്തിപ്പടർന്നു. പെട്ടെന്നാണ് ജാസ്മിൻ്റെ സാമീപ്യം വർഗീസും ഫെർണാണ്ടസും ഒരുപോലെ തിരിച്ചറിഞ്ഞത്. അവർ രണ്ടുപേരും തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനായി കിണഞ്ഞു പരിശ്രമിച്ചു. എങ്കിലും ഇടയ്ക്കൊക്കെ അവർ വല്ലാതെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. ഇത് ജാസ്മിൻ അറിയരുത്. മോളെ, അത് സച്ചുവിന് ചെറിയൊരു ആക്സിഡൻറ്റ്. മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല. അത് പറയുമ്പോൾ വർഗീസിൻ്റെ ശബ്ദം നന്നായി ഇടറിയിരുന്നു. അദ്ദേഹത്തിന് ജാസ്മിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ഭയമായിരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ചിന് എന്നാ പറ്റിയത്? എനിക്കിപ്പോൾ അവനെ കാണണം, സൂസൻ അലറി വിളിച്ചു. ആ പെറ്റ വയറൊന്ന് കാളി. മാതൃത്വത്തിൻ്റെ അമൂല്യമായ സ്നേഹം പുത്രന് പകർന്നു കൊടുത്ത അമ്മ വേദനയാൽ പിടഞ്ഞു. തകർന്ന മനസ്സോടെ അവർ തറയിലേക്കിരുന്നു. എന്നതാ ഇവിടെ പ്രശ്നം? എന്തിനാ എല്ലാവരും ഇതുപോലെ ബഹളം വയ്ക്കുന്നത്? സച്ചിൻ എത്തിയില്ലേ? ആ ചോദ്യവുമായി അവിടുത്തെ ഒച്ചയും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് ശോശന്ന അമ്മ വീട്ടിൽ നിന്നും ഓടിയെത്തി. മുറ്റം കടക്കുമ്പോൾ തന്നെ ഫെർണാണ്ടസ് അവരെ തടഞ്ഞു. ശോശേ, നീ ഒച്ചയും ബഹളവും ഒന്നും വെക്കരുത്. താൻ കേൾക്കാൻ പോകുന്നത് ആർക്കും താങ്ങാനാകാവുന്ന കാര്യമല്ല. എങ്കിലും താങ്ങിയേ പറ്റൂ. ഈ സമയത്ത് നമ്മൾ തളരാൻ പാടില്ല. ഇവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഫെർണാണ്ടസിൻ്റെ ശബ്ദത്തിലെ ഇടർച്ചയും ആ മുഖത്തെ ഭാവവും ആ പാവം സ്ത്രീയുടെ മനസ്സിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി. എൻ്റെ ഇച്ഛായ, മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറയാമോ? നല്ലൊരു കാര്യം നടന്ന വീട്ടിൽ നിന്ന് കരച്ചിലും ബഹളവും. ഇതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത്?
മെർലിനാണെങ്കിൽ റോഷനെ സ്റ്റേഷനിലാക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ വിഷമം തോന്നാൻ തുടങ്ങിയിട്ടും കുറേ നേരമായി. എന്താ ഉണ്ടായത്? പറ, എൻ്റെ മെർലിന് എന്താ സംഭവിച്ചത്? ഫെർണാണ്ടസിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ശോശനാമ ചോദിച്ചു. സ്വന്തം മകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം ആ അമ്മയെ തകർത്തു. ശോശേ, നമ്മുടെ മോൾക്കല്ല, നമ്മുടെ മൂത്ത മോനാ, അവനാ അപകടമുണ്ടായത്. സച്ചിൻ. ടൗൺ സ്റ്റേഷനിലെ SI വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മളോട് അവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. നീ ഉണ്ടാവണം ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയിട്ട് വിവരങ്ങൾ അറിയിക്കാം. പിന്നെ നീ തന്നെ മെർലിനെ വിളിച്ച് അവൾ എവിടെയാണെന്ന് ചോദിക്കുക. വിളിച്ചിട്ട് കിട്ടിയാൽ ഈ കാര്യവും കൂടി പറയണം. പറ്റുമെങ്കിൽ സഹകരണ മെഡിക്കൽ കോളേജിലേക്ക് വരാനും. എല്ലാവരും പെട്ടെന്ന് വാ, നമുക്ക് പോകാം. വിളിച്ചു പറഞ്ഞുകൊണ്ട് ഫെർണാണ്ടോ വണ്ടിയിലേക്ക് കയറിയതിനൊപ്പം എല്ലാവരും വണ്ടിയിലേക്ക് ഓടിക്കയറി. ജാസ്മിൻ്റെ കണ്ണീരണിഞ്ഞ മുഖം കണ്ടപ്പോൾ ശോശന്നാമയ്ക്ക് ഒരുതരം വിങ്ങിപ്പൊട്ടലുണ്ടായി. ഈ കുട്ടിയെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നറിയാതെ ആ അമ്മ ഒരു പൊട്ടിക്കരച്ചിലോടെ വെറും നിലത്തേക്കിരുന്നു. SI പറഞ്ഞ സഹകരണ മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഫെർണാണ്ടസിന് തൻ്റെ കാലുകൾ തളരും പോലെ തോന്നി. ആശുപത്രിക്ക് മുൻപിൽ വണ്ടി നിർത്തി ചുറ്റും നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ കണ്ടപ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. ആന്തലോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ താഴേക്ക് വീഴാനായി തുടങ്ങിയ വർഗീസിനെ ഫെർണാണ്ടസ് താങ്ങിപ്പിടിച്ചു. ഈശോയെ, എൻ്റെ മോൻ. അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു. ആ പിതാവിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോയിരുന്നു. സർ, വരൂ, അവിടെയാണ്. അത് പറഞ്ഞുകൊണ്ട് SI അവർക്ക് വഴികാട്ടിയായി മുന്നേ നടന്നു. തളരുന്ന കാലുകളോടെ അവരെല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. ഇതാണോ സച്ചിൻ്റെ ഭാര്യ? പെട്ടെന്ന് SI ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ മോൻ എവിടെ സാറേ? എനിക്കവനെ കാണണം. വർഗീസ് തിരക്കിട്ടു. സർ, ഐ എം റിയലി സോറി, ബട്ട് ആസ് എ പോലീസ് ഓഫീസർ ഐ ഹാവ് ടു സേ, ഇത് നിങ്ങൾക്കൊരിക്കലും സഹിക്കാനാവില്ല എന്നെനിക്കറിയാം. പക്ഷേ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പറയാനാവാതെ ഒന്ന് നിർത്തി. വർഗീസ് ചോദ്യരൂപത്തിൽ അയാളെ നോക്കി. പറയാനുള്ളതൊക്കെ പിന്നെ പറയാം. എനിക്ക് ആദ്യം എൻ്റെ മോനെ കാണണം. കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും വേണ്ടില്ല, എനിക്കവനെ ജീവനോടെ കിട്ടിയാൽ മാത്രം മതി. സൂസൻ്റെ അലർച്ച പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തങ്ങൾക്ക് മുൻപിൽ കണ്ട വരികളിലൂടെ അവരുടെ കണ്ണുകൾ പാഞ്ഞു. നോ, എൻ്റെ മോൻ ഇവിടെ ഇല്ല. അവൻ ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അവൻ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആള് തെറ്റി. സൂസൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാസ്മിനെ ചേർത്ത് പിടിച്ചു. ജാസ്മിൻ ഒരു മരപ്പാവയെപ്പോലെ അവരോട് ചേർന്നു നിന്നു. മനസ്സ് മരവിച്ചാൽ പിന്നെ ജീവനുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ആ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി അപ്പോൾ. സർ, ഒരമ്മയ്ക്ക് കാണാവുന്ന കാഴ്ചയല്ല അത്. ഓൾറെഡി ഡോക്ടർ മെർലിൻ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു. റോഷനും അവളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ജ്യേഷ്ഠൻ്റെ ബോഡി കാണാനുള്ള മനക്കരുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബോഡി തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ സാറിൻ്റേതാണ്. ഒപ്പം ഭാര്യയുടെ സ്ഥാനത്തുള്ള ജാസ്മിൻ്റേതും. പ്ലീസ് സാർ, ഞങ്ങളോട് സഹകരിക്കണം. പുറത്ത് മീഡിയ കാത്തു നിൽക്കുന്നുണ്ട്. മരിച്ച ആളെപ്പറ്റി അന്വേഷിക്കുന്നുമുണ്ട്. അത് സച്ചിനാണോ അല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ ഇടിവെട്ടുപോലെയാണ് വർഗീസിൻ്റെ കാതുകളിൽ പതിച്ചത്. അദ്ദേഹം അനങ്ങാനാകാതെ നിൽക്കുമ്പോൾ ജാസ്മിൻ കീ കൊടുത്തുവിട്ട പാവ പോലെ യാന്ത്രികമായി മുന്നോട്ട് നടന്നു. അവൾക്കൊരു തുണ എന്നതുപോലെ ഫെർണാണ്ടസ് അവളുടെ പുറകെ മോർച്ചറിയിലേക്ക് നടന്നു. കൊച്ചുനാളിൽ സച്ചിനെ എടുത്ത് പുന്നാരിച്ച നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. സച്ചിൻ ഒരിക്കലും വർഗീസിൻ്റെ മകനാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ല. തൻ്റെ സ്വന്തം മോനെ പോലെയായിരുന്നു താൻ അവനെ മാറോടണച്ചത്. കുഞ്ഞരി പല്ലുകൊണ്ട് മാറിൽ കടിച്ചു വേദനിപ്പിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു തനിക്ക്. അവൻ കൊച്ചായിരിക്കുമ്പോൾ ജോലി കഴിഞ്ഞ് താനും വർഗീസും ഹോസ്പിറ്റലിൽ നിന്നും വരുമ്പോൾ ഓടിയെത്തുന്ന തൻ്റെ സച്ചു. തൻ്റെ മാറിലായിരുന്നു അവനെപ്പോഴും. ആ കുഞ്ഞു കൈകളുടെ സ്നേഹസ്പർശം ഒരിക്കലും തന്നിൽ നിന്നും അകന്നു പോയിട്ടില്ല. ഫെർണാണ്ടസ് അത് വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു. മരിക്കുമ്പോൾ തലയ്ക്ക് പിടിക്കാൻ തനിക്കും 2 ആൺമക്കൾ ഉണ്ടെന്ന് ഒരുപാട് അഹങ്കരിച്ചിരുന്നു.
പക്ഷേ ഇന്ന് ആ മകൻ്റെ തലയ്ക്ക് പിടിക്കേണ്ട അവസ്ഥയാണോ തനിക്ക്? ചിന്തകൾ പിടിവിട്ടു തുടങ്ങിയപ്പോൾ ഫെർണാണ്ടസ് തലയൊന്ന് ആഞ്ഞു കുടഞ്ഞു. ഡോക്ടർ, ആർ യു ഓൾ റൈറ്റ്? ശില പോലെ തനിക്കൊപ്പം നടക്കുന്ന പെൺകുട്ടിയെ ഒന്ന് പാളി നോക്കിയിട്ട് എസ് ഐ ഫെർണാണ്ടോയോട് ചോദിച്ചു. യെസ്, ഐ ആം. ഇടറുന്ന ശബ്ദത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജാസ്മിനെ നോക്കി. മോളെ, അദ്ദേഹം പതുക്കെ വിളിച്ചു. അവൾ അത്ഭുതത്തോടെ, അതിലേറെ അപരിചിതത്തോടെ ഫെർണാണ്ടസിനെ നോക്കി. അവളുടെ ആ ഭാവം അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അവളുടെ മാനസിക നില തന്നെ തകരാറിലായിരിക്കുന്നുവെന്ന് അദ്ദേഹം സംശയിച്ചു. സർ, ഇത് വേണോ? ഇവൾക്കിത് താങ്ങാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെർണാണ്ടസ് പെട്ടെന്ന് ഓഫീസറോടായി ചോദിച്ചു. സർ, സമ്മൺ ഹാസ് ടു ഐഡൻറ്റിഫൈ ദി ബോഡി. ഈ കുട്ടി അല്ലെങ്കിൽ ഡോക്ടർ വർഗീസ് എങ്കിലും. ചോദ്യരൂപത്തിൽ വർഗീസിന് നേരെ തിരിഞ്ഞുകൊണ്ട് എസ് ഐ ചോദിച്ചു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ജാസ്മിൻ മുന്നോട്ട് ചെന്ന് തനിക്ക് മുൻപിൽ കണ്ട ആ മൂടപ്പെട്ട രൂപത്തിൻ്റെ മുഖത്തു നിന്നും വെള്ള തുണി എടുത്തു മാറ്റി. ഏറ്റവും വികൃതമാക്കപ്പെട്ട ആ മുഖം കണ്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ ആ തുണി അപ്പാടെ മാറ്റി. ഒരുപാട് നേരം അതിലേക്ക് നോക്കി നിന്നിട്ട് അവൾ പതുക്കെ അടുത്ത് കണ്ട കസേരയിലേക്ക് ഇരുന്നു. ജാസ്മിൻ, തനിക്ക് ഈ ബോഡി തിരിച്ചറിയാനാകുന്നുണ്ടോ? എസ് ഐ ചോദ്യത്തോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ തിളങ്ങി. ഒരു പുഞ്ചിരി അവളുടെ കണ്ണുകളിൽ വിടർന്നു. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം ഭ്രാന്തിൻ്റെ ഉന്മാദാവസ്ഥയാണെന്ന് തിരിച്ചറിയാൻ ആ ഉദ്യോഗസ്ഥന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. സർ, ഐ തിങ്ക് ഷീ ഈസ് ഔട്ട് ഓഫ് മൈൻഡ്. അവരെ ഇവിടെ നിന്നും മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപക്ഷെ. ഫെർണാണ്ടസ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ജീവനുള്ള മനുഷ്യനെയാണ് താൻ പിടിച്ചേക്കുന്നത് എന്നു പോലും അദ്ദേഹത്തിന് തോന്നി. അത്രയ്ക്ക് നിർവികാരമായിരുന്നു അവളുടെ ഭാവം. സർ, പ്ലീസ്. ഉദ്യോഗസ്ഥൻ വർഗീസിനെ സമീപിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അനങ്ങാനാകുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വല്ലാതെ തളർന്നു പോയിരുന്നു. അതുവരെ അലറിക്കരഞ്ഞുകൊണ്ട് നിന്ന ഡോക്ടർ സൂസൻ മുൻപിലേക്ക് വന്നു. മാസങ്ങൾ തൻ്റെ നെഞ്ചിലും വയറ്റിലുമായി വളർന്നവൻ, താൻ നൊന്തുപറ്റ തൻ്റെ പൊന്നുമോൻ, കൈ വളരുന്നതും കാലു വളരുന്നതും നോക്കി താൻ കാത്തു പരിപാലിച്ച തൻ്റെ പൊന്നുമോൻ. അവർ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ മുഖത്ത് തൻ്റെ മകൻ്റെ യാതൊരടയാളവും ബാക്കിയില്ല. ഇല്ല, ഇതവനല്ല. അവർ ശാന്തമായി ആശ്വാസത്തോടെ പറഞ്ഞു. മേഡം, സൂക്ഷിച്ചു നോക്കൂ, പ്ലീസ്. ഉദ്യോഗസ്ഥൻ്റെ ശബ്ദം ഇടർച്ചയോടെ അവരുടെ കാതുകളിൽ മുഴങ്ങി. തകർന്ന മനസ്സോടെ ആ അമ്മ ആ ഓഫീസറുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ലാളിച്ചു വളർത്തിയ മകൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കൂടെ ആ അമ്മയുടെ കൈകൾ തിരഞ്ഞു നടന്നു. ഒന്നും പരിചിതമല്ലെങ്കിലും വീണ്ടും ആ അമ്മയുടെ കൈകൾ തൻ്റെ മോൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. അവിടെ ആ കുരിശുമാലയുണ്ടായിരുന്നു. താൻ സ്നേഹത്തോടെ അവൻ്റെ കഴുത്തിൽ ചാർത്തിക്കൊടുത്ത ആ മാല. പിന്നെയും കണ്ടു പല അടയാളങ്ങളും. ഹൃദയം പൊട്ടുന്ന വേദനയിലും ആ അമ്മ തൻ്റെ പൊന്നുമോൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു. അത് തൻ്റെ മകനാണെന്ന് അംഗീകരിക്കാൻ മടിക്കുന്ന തൻ്റെ മനസ്സിൻ്റെ പിൻവിളിക്കൊപ്പം അവർ ആ ഉദ്യോഗസ്ഥനെ നോക്കി. അതെ, ഇതെൻ്റെ സച്ചുവാണ്, എൻ്റെ പൊന്നുമോൻ. ഇനി സാറിന് കടമയിലേക്ക് കടക്കാം. ഞാൻ പുറത്തുണ്ടാകും. എൻ്റെ മകൻ്റെ അവസാന യാത്രയുടെ ഒരുക്കത്തിനായി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. വേദനിപ്പിക്കുന്ന നിമിഷങ്ങളുടെ തുടർച്ചയോടെ ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അടുത്ത ഭാഗവുമായി നാളെ വീണ്ടും കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.